നമ്മളിന്ന് പറയാൻ പോകുന്നത് ഓൾഡ് SCERTയിലെ ഒരു ചാപ്റ്ററാണ്. എല്ലാം ഒന്നും നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രം പറയുകയാണ്. നമുക്കിനി ഒരു രീതിയിലും മാർക്ക് നഷ്ടപ്പെടരുതല്ലോ. അതുകൊണ്ട് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷനകത്ത് കുറച്ച് കേരള ഹിസ്റ്ററി നമ്മുടെ ഈ ആഴ്ചത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ 10th ലെവൽ മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, +2 ലെവൽ പ്രിലിംസ്, മെയിൻസ്, ഡിഗ്രി ലെവൽ മെയിൻസ്, പ്രിലിംസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ മൊത്തത്തിൽ പഠിക്കേണ്ട, കാരണം നമുക്ക് കേരള ഹിസ്റ്ററി യോജിക്കുന്ന യൂറോപ്യന്മാരുടെ അറൈവൽ തൊട്ടിട്ടാണെങ്കിൽ പോലും നമ്മളോട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, തിണ ഭൂവിഭാഗം ഏതാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെക്ഷൻ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്തിടുക. ഇനി സിലബസിൽ ഇല്ല എന്ന് വയ്ക്കുന്നവർക്കാണെങ്കിൽ 1 മാർക്ക് പോകുമെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ കുഴപ്പമില്ല. അപ്പോൾ തിണ എന്ന് പറയുന്നത് കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ ഇങ്ങനെ പണ്ട് വിളിച്ചിരുന്ന പേരും അത് ഏത് ഭൂവിഭാഗത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു എന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ഇനി വരാൻ പോകുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടേബിൾ വേണ്ടതായതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ കേരള ഹിസ്റ്ററിയുടെ ഏതെങ്കിലും ഒരു പോർഷനിലോട്ട് ഇതുകൂടെ അങ്ങ് എഴുതിയിടുക. അതായത് കുറിഞ്ചി എന്ന് പറയുന്നത് പർവ്വത പ്രദേശത്തെ സൂചിപ്പിക്കാനായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നതായിരുന്നു കുറിഞ്ചി മല എന്നൊക്കെ പറയത്തില്ലേ. അപ്പം പർവ്വത പ്രദേശം കുറിഞ്ചി, അവിടെ താമസിച്ചിരുന്ന ആൾക്കാരായിരുന്നു കാനവർ, വേടർ മുതലായവ. അപ്പം വേടർ നമുക്കറിയാം, വേടന്മാർ കാട്ടിൽ അല്ലെങ്കിൽ മുകളിലൊക്കെ താമസിക്കുന്ന, അങ്ങനെ ആലോചിക്കുക. അപ്പം കാനവർ, വേടർ മുതലായവരായിരുന്നു ഈ പർവ്വത പ്രദേശമായ കുറിഞ്ചിയിൽ താമസിച്ചിരുന്നത്. ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് വനവിഭവ ശേഖരണം, നായാട്ട്. ഇവരുടെ ആരാധനാമൂർത്തിയുടെ പേരാണ് ചേയോൻ, ദൈവത്തിൻ്റെ പേരാണ് ചേയോൻ അവർ ആരാധിച്ചിരുന്നത്. 2 മുല്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നും പുൽമേട്. മുല്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭൂവിഭാഗമാണ്? കുന്നും പുൽമേടും. അവിടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇടയരും ആയരും. ആടുകളെ വളർത്തലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി. മായോൻ എന്ന് പറയുന്നതായിരുന്നു അവരുടെ ആരാധനാമൂർത്തി. ഇനി അടുത്തത് പാലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽ കലർന്ന പാഴ് പ്രദേശമാണ് പാലൈ. അപ്പോൾ അവിടെ മറവർ, കള്ളർ, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നിവാസികളുടെ പേര്. നമ്മളെപ്പോഴും കേരള ഹിസ്റ്ററി പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് കയ്യേറ്റവും പിടിച്ചുപറിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർക്ക് അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഈ മണൽ കലർന്ന പാഴ്പ്രദേശത്ത് പ്രത്യേകിച്ച് അവർക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ കയ്യേറ്റക്കാരാണ്, പിടിച്ചുപറിക്കാരാണ്. ഇവരുടെ ആരാധനാമൂർത്തിയാണ് കൊറ്റവൈ. അപ്പോൾ കേരളത്തിൻ്റെ പണ്ടത്തെ ഭൂവിഭാഗത്തിൽ താമസിച്ചിരുന്ന ആൾക്കാരുടെ പേര്, അവരുടെ ആരാധനാമൂർത്തിയുടെ പേര്, അവരുടെ തിണ അറിയപ്പെട്ടിരുന്ന പേര്, അത് ഏത് ഭൂവിഭാഗമാണ്? അതാണിപ്പം നമ്മൾ പറയുന്നത്. പാലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണൽ കലർന്ന പാഴ്പ്രദേശം. അവിടെ കയ്യേറ്റവും പിടിച്ചുപറിയൊക്കെയാണ് അവിടുത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ജോലി. അടുത്ത മരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വയലാണ്. വയലിനെയാണ് നമ്മൾ മരുതം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഉഴവരും തൊഴുവരുമായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. കൃഷിപ്പണിയാണ്. അവരുടെ ദൈവത്തിൻ്റെ പേരാണ് വേന്തൻ. അതുപോലെ നെയ്തല് കടൽ തീരമാണ്. പരതവർ, ഉപ്പവർ, മീനവർ, വലയർ, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ നിവാസികളുടെ പേര്. ഉപ്പ് നിർമ്മാണവും മീൻപിടുത്തവും മുത്തുവാരലും ഒക്കെയാണ്. കടലോനാണ് അവരുടെ, കടലമ്മ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കടലോനാണ് അവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നത് കുറിഞ്ചി ഏത് ഭൂവിഭാഗമാണ് കേരള ഹിസ്റ്ററിയിൽ? പർവ്വത പ്രദേശം. മുല്ലൈ കുന്ന് പുൽമേട്, പാലൈ മണൽ കലർന്ന പാഴ്പ്രദേശം, മരുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലാണ്, നെയ്തല് കടൽ തീരം. അത് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടിരിക്കണം, ജസ്റ്റ് അല്ല എഴുതിയിട്ടിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം സിലബസിൽ ഇല്ല എന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ വന്നതാണ്. നമ്മൾ ഇതിൻ്റെ 1 മാർക്ക് കളയുന്നത്. ബന്ധങ്ങൾ വളരുമെന്ന് പറയുന്ന ഒരു സെക്ഷൻ കിടക്കുന്നുണ്ടോ? അതായത് വർഷങ്ങൾക്ക് മുമ്പ് വാണിജ്യം, കേരളത്തിലെ വാണിജ്യത്തിന് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, 1 പഴന്തമിഴ് പാട്ടുകളിലും കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലും ഒക്കെ പറയുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലുള്ള പല ആൾക്കാരും കേരളത്തിൽ പല സാധനങ്ങളും തേടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കച്ചവടം നടത്തിയിട്ടുള്ളതിൻ്റെ നാണയങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതുപോലെ കടലിനക്കരെയുള്ളവരുമായിട്ട് പ്രാചീന കാലത്ത് വ്യാപാര ബന്ധം നിന്നു എന്ന് പറയാനായിട്ട് ഒരു തെളിവുണ്ട്. അകനാനൂർ എന്ന് പറയുന്ന ബുക്കുണ്ടല്ലോ, അകനാനൂറിൽ അതിനെ പറ്റിയിട്ട് സൂചനയുണ്ട്. പ്രത്യേകിച്ച് ആരുമായിട്ട്? റോമാക്കാരുമായിട്ടുള്ള വ്യാപാരം കേരളത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. യവനർ എന്നറിയപ്പെട്ടിരുന്ന റോമാക്കാർ സ്വർണ്ണ നാണയങ്ങൾ നൽകി കേരളത്തിൽ നിന്നും അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ട കുരുമുളകും സുഗന്ധദ്രവ്യങ്ങളും വനവിഭവങ്ങളും ഒക്കെ കൊണ്ടുപോയി. അത് ശ്രദ്ധിച്ചു പഠിക്കുക. ഇതെല്ലാം ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. കേരളത്തിലെ റോമാക്കാരുമായിട്ട് പ്രാചീന കാലത്ത് എന്തുണ്ടായിരുന്നു? വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചും പഴന്തമിഴ് പാട്ടുകളിലും വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകളിലുമൊക്കെ പരാമർശം ഉണ്ട്. അപ്പോൾ കേരളത്തിൽ പലയിടത്തു നിന്നുമായിട്ട് കിട്ടിയ പ്രാചീന റോമാ നാണയങ്ങൾ ഈ വ്യാപാര ബന്ധത്തെക്കുറിച്ചുള്ള ധാരണ ഉറപ്പിക്കുന്ന ഒന്നാണ്. പടിഞ്ഞാറൻ നാടുകളുമായി പിൻകാലത്ത് വാണിജ്യ ബന്ധം സ്ഥാപിക്കുന്നതിൽ കേരളത്തിന് പ്രോത്സാഹനമായി തീർന്നത് ആരുമായിട്ടുള്ളതാണ്? റോമാക്കാരും
സുതാര്യമായിട്ടുള്ള വ്യാപാര സമ്പർക്കമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. പ്രാചീന കാലത്ത് യൂറോപ്യൻസിന്റെ വരവിന് മുമ്പ് തന്നെ റോമാക്കാർ, എസ്പെഷ്യലി റോമാക്കാരുമായിട്ട് കേരളത്തിൽ എന്തുണ്ടായിരുന്നു? വ്യാപാര ബന്ധമുണ്ടായിരുന്നു. പിന്നീടാണ് അറബികളുടെയൊക്കെ വരവ്. അപ്പം ആ ഒരു സെക്ഷൻ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുമല്ലോ. ഇനി ഇതേണ്ട അടുത്ത ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഉൽപ്പന്നങ്ങൾ തുറമുഖങ്ങളിൽ കൊണ്ടുപോയി കൈമാറ്റം ചെയ്തിരുന്നു. ഈ സ്ഥലങ്ങൾ ക്രമേണ എന്തായിട്ട് മാറി? കമ്പോളമായിട്ട് മാറുന്നു. ഇവ തുറമുഖ നഗരങ്ങളായി അറിയപ്പെട്ടു. മുസിരിസ്, മുജിരി അഥവാ കൊടുങ്ങല്ലൂര്, തിണ്ടിസ്, നെൽക്കിണ്ട തുടങ്ങിയ തുറമുഖ നഗരങ്ങളെക്കുറിച്ച് പ്ലിനി എന്ന റോമൻ എഴുത്തുകാരന്റെ കുറിപ്പുകളിലും പെരിപ്ലസ് എന്ന ഗ്രീക്ക് കൃതിയിലും ടോളമിയുടെ ഭൂമിശാസ്ത്ര ഗ്രന്ഥത്തിലും പഴന്തമിഴ് പാട്ടുകളിലും ഒക്കെ പരാമർശമുണ്ട്. എന്തൊക്കെയായിരുന്നു? മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂര്, തിണ്ടിസ്, നെൽക്കിണ്ട ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കമ്പോളങ്ങൾ. ആദ്യം അത് തുറമുഖമായിരുന്നു, പിന്നീട് അത് എന്തായിട്ട് മാറി? കമ്പോളമായിട്ട് മാറി. ലോകത്തിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളുമായി നിരന്തര സമ്പർക്കം പുലർത്തിയ കച്ചവടക്കാർ കേരളത്തിന്റെ തുറമുഖങ്ങളിൽ വിഭവങ്ങൾക്കായി വന്നിരുന്നു എന്ന് വ്യക്തമാകുന്നു. അപ്പൊ കൊടുങ്ങല്ലൂരിനടുത്തുള്ള പട്ടണം ഉത്ഖനന തെളിവുകൾ പ്രാചീന തുറമുഖത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ശരിവെക്കുന്ന ഒന്നാണ്. അപ്പോൾ പറഞ്ഞ പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിടുക കേട്ടോ. അപ്പോൾ റോമാക്കാർ ആദ്യമായിട്ട്, അതായത് പ്രാചീന കാലത്ത് റോമാക്കാർ കേരളവുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെ ആയിരുന്നെന്നും ഇത് പിന്നീട് കമ്പോളങ്ങളായിട്ട് മാറിയെന്നും ഓർത്തു വെച്ചേക്കുക. ഇനി ഇവിടെ പറയുന്നത് പ്രധാനപ്പെട്ട ഈ മൂപ്പൻ, അങ്ങനെയുള്ള ഊര്, നാട്, മൂപ്പൻ അങ്ങനത്തെ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. അതായത് അങ്ങനെ എങ്ങനെയാണ് ഒരു നാട് അല്ലെങ്കിൽ കുടുംബങ്ങൾ ചേർന്നിട്ട് ഒരു ഊരുണ്ടായി, ഊര് ചേർന്നിട്ട് ഒരു നാടുണ്ടായി, അതൊരു മൂപ്പന്റെ കീഴിലായിട്ട് മാറി, പിന്നീട് അവിടെ ചേര, ചോഴ, പാണ്ഡ്യന്മാരുടെ വരവ്, അതിനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പം നമ്മുടെ സിലബസിനകത്ത് അത് ഡീറ്റെയിൽഡ് ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. പിന്നെ ബ്രാഹ്മണന്മാരെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആ കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ എങ്ങനെയൊക്കെയാണോ ആ ഒരു ഹിസ്റ്ററി രൂപപ്പെട്ടു വന്നത്, കേരളത്തിൻ്റെ ഇന്നത്തെ രൂപത്തിലേക്ക് വന്നത്, അതിനെ പറ്റിയിട്ടൊക്കെ ചെറിയ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്ക് സിലബസിലില്ല. എന്നാൽ സിലബസിലില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ കുറിഞ്ചി, അത് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് പറഞ്ഞത്. ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതി ഘടന കേരളത്തിൽ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ വേണം. അതൊന്ന് ഓടിച്ചിട്ട് നമുക്ക് നോക്കിയതിന് ശേഷം ബാക്കി അറബികളുടെ വരവും യൂറോപ്യന്മാരുടെ വരവിലേക്ക് നോക്കാം. അപ്പോൾ ജാതിഘടന കേരളത്തിൽ പെരുമാൾ വാഴ്ചക്കാലത്തോടെയാണ് ജാതികളും ഉപജാതികളും രൂപപ്പെട്ടത്. പെരുമാളിന്റെ വാഴ്ചക്കാലം വന്നു, അതോടുകൂടി ജാതിയും ഉപജാതിയൊക്കെ വന്നു. അധ്വാനത്തെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ട തൊഴിൽ കൂട്ടായ്മകൾ ബ്രാഹ്മണ ഗ്രാമത്തെ ചുറ്റിപ്പറ്റിയാണ് നിലനിന്നിരുന്നത്. ഓരോ തൊഴിലിനും വൈദഗ്ധ്യം നേടിയവർ അവരുടെ തൊഴിൽ പരമ്പരാഗതമാക്കി മാറ്റുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടായി? ജാതി വ്യവസ്ഥ വരുന്നു. അപ്പൊ നാടുവാഴി സ്വരൂപം നോക്കുക. ക്രിസ്തു 1124 പെരുമാൾ വാഴ്ച അവസാനിപ്പിച്ചു. അങ്ങനെ പെരുമാൾമാരുടെ കാലത്തെ നാട്ടുടയവർ, അവരാണ് കച്ചവട സംഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മധ്യകാല കേരളത്തിലെ പ്രശസ്തരായ കച്ചവട സംഘങ്ങളായിരുന്നു അഞ്ചുവണ്ണം, മണിഗ്രാമം. കച്ചവട സംഘങ്ങളുടെ പേരെന്താ? അഞ്ചുവണ്ണം, മണിഗ്രാമം. മധ്യകാല കേരളമാണ് കേട്ടോ. സിറിയൻ ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘമായിരുന്നു മണിഗ്രാമം. ഇവർ ദക്ഷിണേന്ത്യയിൽ എങ്ങും പ്രവർത്തിച്ചു പോകുന്നു. അപ്പം ജൂതന്മാരുടെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘമായിരുന്നു അഞ്ചുവണ്ണം. അപ്പം സിറിയൻ ക്രിസ്ത്യാനികൾ മണിഗ്രാമം, ജൂതന്മാരുടെ കച്ചവട സംഘം അഞ്ചുവണ്ണം. കേരളത്തിലെ മലഞ്ചരക്കുകളും സുഗന്ധദ്രവ്യങ്ങളും വിദേശങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്ന ഈ കച്ചവട സംഘങ്ങൾക്ക് നാട്ടിൽ സിവിൽ ഭരണത്തിന്റെ ചുമതലയും ലഭിച്ചിരുന്നു. ദേശാന്തര ബന്ധങ്ങളുള്ള ഈ സംഘങ്ങളുടെ പിന്തുണ ഭരണാധികാരികൾക്ക് ഏറെ വിലമതിച്ചു. ഇവയ്ക്ക് പുറമെ തെക്കേ ഇന്ത്യയിലാകെ പ്രചാരത്തിലുണ്ടായിരുന്ന നാനാദേശികൾ, വളഞ്ചിയർ മുതലായ പ്രാദേശിക സംഘങ്ങൾക്കും തദ്ദേശീയ വാണിജ്യത്തിൽ പങ്കുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി വിടുക എന്നുള്ളതേ ഉള്ളൂ. അത്ര നിങ്ങൾ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. എന്നാൽ ഇവിടം തൊട്ട് അറബികളുടെ ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അറബികളുടെ സെക്ഷനും അതുപോലെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ പോർച്ചുഗീസ് ആധിപത്യം ഇവിടം തൊട്ട് നമ്മൾ വായിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ അറബികൾ എന്ന് പറയുമ്പം ആദ്യകാല കച്ചവട ബന്ധങ്ങളിലൂടെ അറബികളും ചൈനക്കാരും കേരളത്തിൽ സുപരിചിതരായിരുന്നല്ലോ. 12-ാം നൂറ്റാണ്ട് മുതൽ അറബികളുടെയും ചൈനക്കാരുടെയും സജീവ സാന്നിധ്യം വീണ്ടും വരാൻ തുടങ്ങി. 12-ാം നൂറ്റാണ്ട് മുതൽ അറബികളുടെയും ചൈനക്കാരുടെയും സജീവ സാന്നിധ്യം കേരളത്തിൽ പിന്നെയും വന്നു. ഏഴിമല, വളപട്ടണം, പന്തലായിനി, കൊല്ലം, കാപ്പാട്, കോഴിക്കോട്, ചാലിയം, കൊടുങ്ങല്ലൂർ, കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. കുരുമുളക്, കറുവപ്പട്ട, ചന്ദനം, ഇഞ്ചി തുടങ്ങിയ വിഭവങ്ങളായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിദേശത്തേക്ക് കൊണ്ടുപോയിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം അറബിക്കടലിലെ ദ്വീപ് സമൂഹമായ ലക്ഷദ്വീപികൾക്ക് കേരള വാണിജ്യത്തിന്റെ കഥയിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്.
ചെങ്കടൽ വിട്ട് കിഴക്കോട്ട് പോരുന്ന കപ്പലുകൾക്ക് കുടിവെള്ളം ശേഖരിക്കാനുള്ള ആദ്യത്തെ ഇടത്താവളമായിരുന്നു എന്ത് ഈ ഒരു നമ്മുടെ ദ്വീപസമൂഹമായിട്ടുള്ള ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരുപാട് കോയിൻസ് ഇതിന് തെളിവായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പോർച്ചുഗീസുകാർ വരുന്നത് അല്ലേ? പോർച്ചുഗീസുകാരുടെ ആധിപത്യം. ഏഷ്യയിൽ യൂറോപ്യൻ കോളനി വാഴ്ചയ്ക്ക് തുടക്കമിട്ട സംഭവം എന്ന നിലയ്ക്കാണ് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമയുടെ വരവിനെ ചരിത്രത്തിൽ വിവരിക്കുന്നത് അല്ലെ. യൂറോപ്യൻ കോളനി വാഴ്ചയ്ക്ക് തുടക്കമിട്ടത് ഏഷ്യയിൽ ആരുടെ വരവോടുകൂടിയാണ്? നമ്മുടെ വാസ്കോഡ ഗാമയുടെ വരവോട് കൂടിയിട്ടാണ്. 1498 AD അന്ന് വരെ കേരളക്കരയിൽ കാലുകുത്തിയവരാരും നാടിന്റെ രാഷ്ട്രീയ അധികാരത്തിലൊന്നും കണ്ണുവെച്ചിരുന്നില്ല. വിദേശികളായ കച്ചവടക്കാർ കടല് കടന്നു വന്ന് പല നൂറ്റാണ്ടുകളോളം വ്യാപാര ബന്ധം തുടരുകയുണ്ടായി. ഇന്നാട്ടുകാരുമായി ഇടപഴകി തദ്ദേശീയവാസികളായി മാറിയവരാണ് ഏറെയും. എന്നാൽ അന്നൊന്നും ഇവർ വന്നതുപോലൊന്നും ആയിരുന്നില്ല. എന്നാൽ പോർച്ചുഗീസുകാരുടെ വരവോടെ എല്ലാം തകിടം മറിഞ്ഞു. വാണിജ്യത്തിൽ കുത്തക തങ്ങൾക്ക് വേണം എന്നവർ ശഠിക്കുന്നു. നൂറ്റാണ്ടുകളായി കേരളവുമായി ബന്ധം പുലർത്തിപ്പോന്ന അറബികളെയും ചൈനക്കാരെയും ആട്ടി ഓടിച്ചും തദ്ദേശവാസികളെ ഭയപ്പെടുത്തിയും നാടുവാഴികളെ തമ്മിൽ തല്ലിച്ചും പോർച്ചുഗീസുകാർ ഇവിടെ ചുവടുറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. കടലിലും പ്രശ്നമായിരുന്നു അല്ലെ. പോർച്ചുഗീസ് സാന്നിധ്യം മൂലം അവരുടെ വിശ്വാസങ്ങളും സാംസ്കാരിക സവിശേഷതകളും ഇവിടെ പ്രചരിച്ചെന്ന് കാണാം. പഴയ കാലം മുതൽക്കേ കച്ചവടത്തിനെത്തി നാട്ടുകാരായി മാറിയ സിറിയൻ ക്രിസ്ത്യാനികളെ പ്രകോപിപ്പിക്കുന്ന നടപടികളാണ് പോർച്ചുഗീസുകാര് കൈക്കൊണ്ട്. അപ്പം സിറിയക്കാര് അന്ന് കച്ചവടം ഉണ്ടായിരുന്നു. അപ്പൊ പോർച്ചുഗീസുകാർ അവർക്കെതിരെ തിരിയുന്നു. അപ്പോൾ ഉദയംപേരൂർ സുന്നഹദോസും കൂനൻ കുരിശ് സത്യവും നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളതാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനങ്ങളെയാണ് നമ്മൾ ഉദയംപേരൂർ സുന്നഹദോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയമുള്ളതാക്കി മാറ്റാനായിട്ട് ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനങ്ങളെയാണ് നമ്മൾ ഉദയംപേരൂർ സുന്നഹദോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുന്നഹദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുകയും അവർ മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിന് മുന്നിൽ സമ്മേളിക്കുകയും ചെയ്തു. ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് പ്രതിജ്ഞയും ചെയ്തു. ഏറെ പ്രശസ്തമായ കൂനൻ കുരിശ് സത്യം എന്നറിയപ്പെടുന്നത് ഇതാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന പോയിന്റ്സ് ആണ്, എന്തിലും നോക്കി വെക്കാം. കശുവണ്ടി, പേര, പപ്പായ, പുകയില, നിലക്കടല തുടങ്ങിയ കാർഷിക വിഭവങ്ങൾ പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഇങ്ങോട്ടെത്തി. കശുവണ്ടി, പേര, പപ്പായ, പുകയില, നിലക്കടല, ഈ 5 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. കൂട്ടത്തിൽ ചവിട്ട് നാടകം പോലുള്ള കലാരൂപങ്ങളും പ്രചരിച്ചു അറിയാം. പുതിയ കൃഷി രീതികളും അവർ ഇവിടെ പരിചയപ്പെടുത്തി. പോർച്ചുഗീസുകാർ നിർമ്മിച്ച ക്രൈസ്തവ ദേവാലയങ്ങൾ, ബംഗ്ലാവുകൾ എന്നിവ യൂറോപ്യൻ വാസ്തുശില്പ ശൈലി ഇവിടെ പ്രചരിപ്പിക്കാനായിട്ട് ഇടയാക്കുന്നു. മലയാള ഭാഷയിലേക്ക് പോർച്ചുഗീസ് ബന്ധം വഴി ഒട്ടേറെ പദങ്ങൾ വന്നു ചേർന്നു. ഏതൊക്കെയാ? മേശ, ജനൽ, വരാന്ത, പോർട്ടിക്കോ, മേസ്തിരി, ലേലം, ചാവി, അലമാര ഒക്കെ ആരുടെ സംഭാവനകളാണ്? പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ്. ഇനി ഡച്ചിനെ പറ്റി നോക്കാം. പോർച്ചുഗീസുകാരെ തുടർന്ന് ഡച്ചുകാരാണ് കേരളത്തിലെത്തുന്നത് അല്ലേ. ഏറെക്കുറെ കച്ചവടം മാത്രം ലക്ഷ്യം വെച്ചാണ് ആദ്യം ഇവിടെ തങ്ങിയത്. തദ്ദേശീയരായ നാടുവാഴികളുടെ പോരിനിടയിൽ ഡച്ചുകാർ വളരെ എളുപ്പത്തിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചു. മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തി തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഒറ്റ ഗ്രന്ഥം കൊണ്ട് ഡച്ചുകാർ അവരുടെ കേരളീയ സാന്നിധ്യം അവിസ്മരണീയമാക്കി. അത് ഓർത്തു വച്ചേക്കാം. ഇതാണ് ബുക്ക്. മലബാറിലെ പൂന്തോട്ടം എന്നാണ് ഇതിന്റെ അർത്ഥം. എന്ത്? ഹോർത്തൂസ് മലബാറിക്കസ്. ആദ്യമായി തയ്യാറാക്കിയ ലാറ്റിൻ ഭാഷയിലാണ്. 1678 മുതൽ 1703 വരെയുള്ള കാലത്തിനിടയിൽ 12 വാല്യങ്ങളായിട്ടാണ് ഇത് പുറത്തിറങ്ങിയത്. മലബാറിലെ പൂന്തോട്ടം ഓർമ്മയുണ്ടല്ലോ. അപ്പം പുസ്തകം പ്രസിദ്ധീകരിച്ച ആംസ്റ്റർഡാമിലാണ്. കൊച്ചിയിലെ ഡച്ച് ഗവർണറായ ഹെൻറിക് വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഈ ബൃഹത് ഗ്രന്ഥം രചിച്ചത്. ആയുർവേദ ചികിത്സാ രംഗത്ത് പ്രശസ്തനായിരുന്ന ഇട്ടി അച്യുതൻ, കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസ്, രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പുഭട്ട് എന്നിവരുടെ സഹായത്തോടെയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം വാൻ റീഡ തയ്യാറാക്കിയത്. 742 സസ്യങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുകൂടെ ഓർത്തു വെച്ചേക്കാം. ദെൻ വേണാടിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. എന്താണ്? ശിഥിലീകരണ ശക്തികളെ ഉന്മൂലനം ചെയ്തും ഡച്ചുകാരെ തടഞ്ഞും തോൽപ്പിച്ചും വേണാടിൽ മാർത്താണ്ഡവർമ്മ നിലയുറപ്പിച്ചു. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച രാജാവെന്നും ഭരണ നിപുണനെന്നും പേരെടുത്ത വ്യക്തിയായിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ. രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചും രാജ്യത്തെ ഏകീകരിച്ചും തിരുവിതാംകൂറിലെ രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി എന്ന നിലയിലേക്ക് അദ്ദേഹം ഉയർന്നു. ഭരണരംഗം നവീകരിക്കാനും സൈന്യത്തെ പരിഷ്കരിക്കാനും സ്വീകരിച്ച നടപടികളൊക്കെ ഏറെ പ്രശംസിക്കും.
വിളിക്കപ്പെട്ടു. അപ്പം ഈ ഒരു വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമായി വികസിപ്പിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അത് നോട്ട് ചെയ്ത് പഠിക്കാം. അതുപോലെ മൈസൂർ ആക്രമണം പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം അല്ലേ? വാണിജ്യത്തിൽ കുത്തക മോഹിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നും വന്നതുപോലെ ഇവിടുത്തെ വിഭവങ്ങൾ കൊതിച്ച് കിഴക്കൻ മലയിറങ്ങിയും മറുനാട്ടുകാർ ഇങ്ങോട്ട് വന്നു. വയനാടിനപ്പുറത്തുള്ള മൈസൂർ രാജ്യത്ത് നിന്നുമാണ് ആദ്യം പടയോട്ടം ഉണ്ടാവുന്നത് അല്ലെ? ഹൈദരലി മകനായ ടിപ്പു സുൽത്താൻ. 2 സുൽത്താൻമാരാണ് വടക്കേ മലബാറിന്റെ ഒട്ടേറെ പ്രദേശങ്ങൾ അധീനതയിലാക്കിയത്. മൈസൂർ സുൽത്താൻമാരുടെ അന്ത്യത്തോടെ മലബാർ ഇംഗ്ലീഷ് കമ്പനിയുടെ കീഴിലായി. ഇനി കൊച്ചിയിലെ ശക്തൻ തമ്പുരാനും ഫേമസ് ആണ്. പോർച്ചുഗീസുകാരുമായി സൗഹൃദത്തിൽ നിന്നുകൊണ്ടാണ് കൊച്ചി രാജ്യം ശക്തമായത്. പിൻകാലത്ത് ശക്തൻ തമ്പുരാൻ ഇവിടുത്തെ പ്രബലനായ രാജാവായി. മാടമ്പിമാരെയും പ്രഭുക്കന്മാരെയും അടിച്ചമർത്തിയും ബ്രാഹ്മണ പുരോഹിതത്തിന്റെ നിയന്ത്രണത്തിലാക്കിയും ഭരണാധികാരികളുടെ നയചാതുര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് കൊച്ചിയെ ശക്തമാക്കാനുള്ള ആദ്യത്തെ കാൽവയ്പായിരുന്നു. ക്രിസ്ത്യാനികൾക്ക് കച്ചവടത്തിനായി സൗകര്യം ചെയ്തു കൊടുത്തും പുതിയ വ്യാപാര കേന്ദ്രങ്ങൾ ആരംഭിച്ചും വാണിജ്യ രംഗം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനായി അണക്കെട്ടുകൾ നിർമ്മിച്ചത് കൊച്ചി ഭരണത്തിന്റെ മേന്മകളിലൊന്നാണ്. അത് നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പം ഈ പറഞ്ഞ പോയിന്റ്സ് ഉണ്ടല്ലോ, വളരെ കൊച്ചൊരു ചാപ്റ്റർ ആണ്, പക്ഷേ ഇതെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതെന്ന് മാത്രമാണ്. അപ്പോൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ന്യൂ NCERT പഠിക്കുന്നത് പോലെ തന്നെ ഓൾഡ് NCERTയുടെ കുറച്ച് ചാപ്റ്റേഴ്സിനകത്ത് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ വായിച്ചു വിടേണ്ടതുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ബോക്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഇന്ന് പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത പോയിന്റ്സ് കൂടെ നോക്കി പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.